1707 ഒക്ടോബറിലെ നല്ല തണുപ്പുള്ള മഞ്ഞു മൂടിയ ഒരു രാത്രി ഫ്രഞ്ചുകാർക്കെതിരെ ഉള്ള നിർണായക യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിച്ച ശേഷം ഒരു ഇംഗ്ലീഷ് കപ്പൽപ്പട അഡ്മിറൽ ഷെവലിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിലെ പോർട്ട്മൗത്ത് തുറമുഖം ലക്ഷ്യമാക്കി പതിയെ നീങ്ങുന്നു. ആ കപ്പൽപ്പടയിൽ ഉള്ള കപ്പലുകൾ ഇവയാണ്: അസോസിയേഷൻ, ഈഗിൾ, നോംനി, പിന്നെ ഫെയർബ്രാൻഡ്. ഇതിലെ അസോസിയേഷൻ എന്ന കപ്പലിന്റെ ഡെക്കിൽ നിന്നും അഡ്മിറൽ ഷെവൽ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സംശയം: നമ്മൾ ശരിയായ ദിശയിലാണോ പോകുന്നത്? അദ്ദേഹം ഉടനെ തന്നെ കപ്പലിന്റെ ദിശ കണക്കാക്കുന്ന നാവിഗേഷൻ ടീമിന്റെ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചുകൂട്ടി. നാവിഗേഷൻ ടീമിലെ അംഗങ്ങൾ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും പറഞ്ഞു, നമ്മൾ ശരിയായ ദിശയിൽ തന്നെ. കപ്പൽ ഇപ്പോൾ ഉള്ളത് ഫ്രാൻസിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. എന്നാൽ അതിന് വിരുദ്ധമായി ഒരു നാവികൻ പറഞ്ഞു, കപ്പൽ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇംഗ്ലണ്ടിന്റെ തെക്ക് പടിഞ്ഞാറുള്ള സിലി ദ്വീപിനടുത്താണ്. എന്നാൽ സീനിയർ ഓഫീസർമാരുടെ അഭിപ്രായത്തെ ചോദ്യം ചെയ്ത അദ്ദേഹത്തെ ഉടനെ തന്നെ തൂക്കിലേറ്റി. ഒരു വെറും താഴെത്തട്ടിലുള്ള ഒരു നാവികൻ ഒരു സീനിയർ ഓഫീസറിന്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യുന്നത് അന്ന് വളരെ കുറ്റകരമായ ഒരു പ്രവൃത്തിയായിരുന്നു. എന്നാൽ ആ പാവം നാവികന്റെ അഭിപ്രായം ശരിവെക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് ഉണ്ടായത്. ആ കപ്പൽ പടയിലെ 4 കപ്പലുകളും ഇംഗ്ലണ്ടിന്റെ തെക്കു പടിഞ്ഞാറുള്ള സിലി ദ്വീപിനടുത്തുള്ള പാറക്കെട്ടുകളിൽ ഇടിച്ചു തകർന്നു. അഡ്മിറൽ ഷെവൽ അടക്കം 2000 പേരാണെന്ന് ആ ദുരന്തത്തിൽ മരിച്ചത്. ചരിത്രത്തിൽ ഈ സംഭവം സിലി നാവിക ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ നാവിക ദുരന്തത്തിന് മുമ്പും ഇതേപോലെ ദിശാനിർണയത്തിലെ പാളിച്ച മൂലം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ദിശാനിർണയത്തിലെ പാളിച്ച കൊണ്ട് പറ്റിയതാണ് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച കൊളംബസ് അമേരിക്കൻ ഭാഗത്തുള്ള ബഹാമസിൽ എത്തപ്പെട്ടത്. ഇങ്ങനെ വഴിതെറ്റിക്കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ നിമിത്തം അദ്ദേഹത്തിന്റെ സംഘത്തിലുണ്ടായിരുന്ന 150 പേർ ഭക്ഷ്യക്ഷാമം, രോഗം എന്നിവ മൂലം മരണപ്പെട്ടു. അതേപോലെ ഭൂമിക്ക് ചുറ്റും ആദ്യമായി കപ്പലൊടിച്ച മഗല്ലനും നാവിഗേഷൻ പിശക് മൂലം കൂടെയുണ്ടായിരുന്ന 250 പേർ നഷ്ടപ്പെട്ടു. ഭൂമി ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് ഡ്രേക്ക് ഇതേപോലെ അന്റാർട്ടിക്ക ഭാഗത്ത് 2 മാസത്തോളം വഴിതെറ്റി അലഞ്ഞു നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെയും 100-ൽ പരം കൂട്ടാളികളാണ് മരണപ്പെട്ടത്. ഇങ്ങനെ തെറ്റായ ദിശയിൽ സഞ്ചരിച്ചതുമൂലം മനുഷ്യജീവനുകൾ മാത്രമല്ല നഷ്ടപ്പെട്ടത്, വലിയ അളവിൽ സമ്പത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1622 അറ്റോച്ച എന്ന കപ്പൽ വഴിതെറ്റി അമേരിക്കയിലെ ഫ്ലോറിഡയ്ക്ക് സമീപം മുങ്ങിത്താന്നപ്പോൾ 3500 കോടി വിലമതിക്കുന്ന സ്വർണം, വെള്ളി തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കളാണ് നഷ്ടപ്പെട്ടത്. ഇന്ത്യയിലെ തന്നെ മുഗളന്മാരുടെ ഗഞ്ച് ഇ സവായ് എന്ന കപ്പൽ മക്കയിൽ ഹജ്ജിന് പോയി മടങ്ങി വന്നപ്പോൾ ദിശ മാറി കടൽ കൊള്ളക്കാരുടെ വായിൽ അകപ്പെട്ട് 3000 കോടി വിലമതിക്കുന്ന സ്വർണം, വെള്ളി എന്നിവയാണ് നഷ്ടപ്പെട്ടത്. ഇങ്ങനെ കപ്പലുകൾ വഴിതെറ്റി മനുഷ്യജീവനും സമ്പത്തും നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്തായിരിക്കും? കപ്പലുകൾക്ക് നടുക്കടലിൽ ദിശ ശരിയായി നിർണ്ണയിക്കുന്നതിനുള്ള സംവിധാനം അന്നില്ലാത്തതു തന്നെ. അക്കാലത്തുള്ളവർക്ക് കപ്പൽ ഭൂമിയുടെ ധ്രുവങ്ങളിൽ നിന്നും എത്ര തെക്കുമാറിയാണ് അല്ലെങ്കിൽ വടക്കുമാറിയാണ് സഞ്ചരിക്കുന്നത് എന്നറിയാമായിരുന്നു. അതായത് അക്ഷാംശം അറിയാമായിരുന്നു. ഈ അക്ഷാംശം പ്രധാനമായും ധ്രുവ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കിയിരുന്നത്. കപ്പൽ ഉത്തരാർദ്ധഗോളത്തിൽ ആണെങ്കിൽ പൊളാരിസ് എന്ന ധ്രുവ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി അക്ഷാംശം കണ്ടെത്താം. പൊളാരിസ് നക്ഷത്രം നേരെ തലയ്ക്ക് മുകളിലാകുമ്പോൾ കപ്പൽ 90 ഡിഗ്രി അക്ഷാംശത്തിലാണ് എന്നറിയാൻ പറ്റുമായിരുന്നു. പൊളാരിസ് നക്ഷത്രം 45 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ 45 ഡിഗ്രി ഉത്തരാക്ഷാംശത്തിലാണ് എന്നറിയാമായിരുന്നു. അതേപോലെ ആ നക്ഷത്രം 0 ഡിഗ്രിയിലാണെങ്കിൽ നിങ്ങളുടെ കപ്പൽ ഉള്ളത് ഭൂമധ്യരേഖയ്ക്ക് സമീപം ആണെന്നും അറിയാമായിരുന്നു. കപ്പൽ ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ഇതേപോലെ തന്നെ അവിടുത്തെ തെക്കൻ കുരിശ് എന്ന നക്ഷത്ര സമൂഹത്തെ അടിസ്ഥാനമാക്കി അക്ഷാംശം കണ്ടെത്താം. എന്നാൽ കപ്പലിന്റെ യഥാർത്ഥ ലൊക്കേഷൻ അറിയാൻ ഈ അക്ഷാംശങ്ങൾ മാത്രം പോരാ, രേഖാംശം എന്ന ഒരു സംഗതി കൂടി ഉണ്ട്. എന്താണ് ഈ രേഖാംശം? രേഖാംശം വിശദമാക്കുന്നതിന് അക്ഷാംശത്തെക്കുറിച്ച് ചില സംഗതി കൂടി നമ്മൾ അറിയാനുണ്ട്. അക്ഷാംശം എന്ന് പറയുന്നത് ഭൂമിയെ ആകമാനം ചുറ്റുന്ന ഒരു രേഖയാണ്. അതുകൊണ്ട് ഒരു കപ്പൽ ഉത്തര അക്ഷാംശം 45 ഡിഗ്രിയിൽ ആണെന്ന് പറഞ്ഞാൽ ആ കപ്പൽ ഈ 45 ഡിഗ്രിയിൽ എവിടെ വേണമെങ്കിലും ആകാം. ഇങ്ങനെ എവിടെയെങ്കിലും ആകാതെ കൃത്യമായി അടയാളപ്പെടുത്താൻ അക്ഷാംശ രേഖയിൽ തന്നെ ഒരു പോയിന്റ് വേണം. അതിന്റെ പേരാണ് രേഖാംശം. രേഖാംശം അടയാളപ്പെടുത്തുന്നത് സമയത്തെ അടിസ്ഥാനമാക്കിയാണ്. ഒരു കപ്പലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് പുറപ്പെട്ട തുറമുഖത്തെ ഇപ്പോഴുള്ള സമയവും കപ്പൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലത്തെ സമയവും വേണം.
പണ്ടുള്ളവർക്ക് വളരെ കീറാമുട്ടിയായി നിന്ന ഒരു പ്രശ്നമായിരുന്നു കപ്പൽ പുറപ്പെട്ട സ്ഥലത്തെ സമയം കണ്ടുപിടിക്കുക എന്നത്. അപ്പോൾ അവർ എന്താണ് ചെയ്തിട്ടുണ്ടാവുക? അവിടേക്ക് വിളിച്ചു ചോദിക്കാനുള്ള സംവിധാനം അന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? കപ്പൽ പുറപ്പെടുമ്പോൾ അവിടെ നിന്നും ഒരു ക്ലോക്ക് കൂടെ കൊണ്ടുപോരണം. അപ്പോൾ ആ ക്ലോക്കിൽ അവിടുത്തെ സമയം ആയിരിക്കുമല്ലോ ഉണ്ടാവുക. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഒരു സാധാരണ ക്ലോക്ക് കടലിൽ ശരിയായി പ്രവർത്തിക്കില്ല. അന്നത്തെ പായ്ക്കപ്പലുകൾ ആടിയുലയും. അപ്പോൾ ക്ലോക്കിലെ പെൻഡുലവും ആടിയുലഞ്ഞ് സമയം ഒരുവിധം താറുമാറാകും. കൂടാതെ കടുത്ത ചൂടും തണുപ്പും കാരണം ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ നീളം കൂടുകയോ കുറയുകയോ ചെയ്യും. അതനുസരിച്ച് സമയത്തിന് വ്യത്യാസവും ഉണ്ടാകും. ഇങ്ങനെയെല്ലാം കപ്പലിലെ ക്ലോക്കിൽ ഉണ്ടാകുന്ന നിസ്സാരമായ 1 സെക്കൻഡ് സമയവ്യത്യാസം പോലും അത് ദൂരത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം ഏകദേശം 1/2 കിലോമീറ്റർ വരും. അന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച ഒരു ക്ലോക്ക് പോലും 30 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെ വ്യത്യാസമായിരുന്നു കാണിക്കുന്നത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അതുകൂടാതെ ഈർപ്പവും ഉപ്പുരമുള്ള കാറ്റും ക്ലോക്കിലെ മെഷീൻ ഭാഗങ്ങളെ സാരമായി ബാധിച്ചിരുന്നു. അപ്പോൾ ക്ലോക്ക് ഉപയോഗിച്ച് രേഖാംശം കണ്ടെത്തുന്നതിനെ കുറിച്ച് സങ്കല്പിക്കാനേ വയ്യ. പിന്നീടുള്ള ഒരു മാർഗം എന്തെന്നാൽ രേഖാംശം നോക്കാതെ അക്ഷാംശം നോക്കി യാത്ര ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് ആ അക്ഷാംശ രേഖയിലുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരാമല്ലോ. അങ്ങനെ യാത്ര ചെയ്തതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് തിരിച്ച കൊളംബസ് അമേരിക്കയ്ക്കടുത്തുള്ള ബഹാമസിൽ എത്തപ്പെട്ടത്. കൊളംബസ് വിചാരിച്ചത് 28 ഡിഗ്രി ഉത്തരാക്ഷാംശത്തിൽ സഞ്ചരിച്ചാൽ നേരെ ഇന്ത്യയിൽ എത്തിച്ചേരുമെന്നാണ്. പക്ഷേ എത്തിച്ചേർന്നതാകട്ടെ അമേരിക്കയ്ക്കടുത്തുള്ള ബഹാമസിലാണ്. കാരണം ഇവ രണ്ടും ഏകദേശം ഒരേ അക്ഷാംശത്തിലാണല്ലോ കിടക്കുന്നത്. പിന്നീട് അന്നുള്ളവർ വികസിപ്പിച്ചെടുത്ത ഒരു മാർഗമായിരുന്നു ഡക്ക് റെക്കണിൻ എന്ന ഒരു മാർഗം. ഈ ഒരു മാർഗം കൊണ്ട് കപ്പലിന്റെ ലൊക്കേഷൻ ഊഹിക്കാമെന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. പിന്നീടുള്ള മാർഗങ്ങളായിരുന്നു ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം മനസ്സിലാക്കി രേഖാംശം കണ്ടുപിടിക്കുക എന്നത്. കാർമേഘമോ അല്ലെങ്കിൽ മോശം കാലാവസ്ഥയായിരുന്നാൽ ഈ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള രേഖാംശം കണ്ടെത്തുന്ന രീതി ഫലപ്രദമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ അന്നുള്ള മാർഗങ്ങൾ ഒന്നും തന്നെ രേഖാംശം ശരിയായ രീതിയിൽ കണ്ടെത്താൻ പര്യാപ്തമായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച സീലി നാവിക ദുരന്തം ഉണ്ടാവുകയും 2000 പേർ മരിക്കാൻ ഇടവരികയും ചെയ്യുന്നു. ആ സംഭവം ഇംഗ്ലണ്ടിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കി. ജനങ്ങൾ തെരുവിൽ പ്രതിഷേധിച്ചു. പൗരന്റെ ജീവന് യാതൊരു വിലയും കൊടുക്കാത്ത രാഷ്ട്രീയക്കാരെയും രാജ്ഞിയെയും ജനം വിമർശിച്ചു. പത്രങ്ങൾ നീണ്ട ലേഖനങ്ങൾ എഴുതി. അവസാനം പാർലമെന്റ് ഇടപെട്ട് ഒരു നിയമം പാസാക്കി. അതിന്റെ പേരാണ് ദ ലോങ്ങിറ്റ്യൂഡ് ആക്ട്. 1714 പാസാക്കി നിയമമനുസരിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു മത്സരം സംഘടിപ്പിച്ചു. ലോങ്ങിറ്റ്യൂഡ് പ്രോബ്ലം എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ആൾക്ക് 20,000 ബ്രിട്ടീഷ് പൗണ്ട്, അത് നമ്മുടെ ഇന്നത്തെ ഒരു ഇന്ത്യൻ റുപ്പീസ് അനുസരിച്ച് 35 കോടി രൂപ സമ്മാനം നൽകും. ലോകത്തിലുള്ള ആർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. പക്ഷേ ചില കണ്ടീഷനുകളുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്നും ജമൈക്ക വരെയുള്ള 6 ആഴ്ച നീളുന്ന ഒരു കപ്പൽ യാത്ര ഉണ്ടായിരിക്കും. ആ യാത്രയിൽ പരമാവധി 2 മിനിറ്റ് സമയമേ പിഴവ് ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് ഒരു ദിവസം 3 സെക്കൻഡ് വരെ പിഴവുണ്ടാകാം. ഇത് ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഏകദേശം 55 കിലോമീറ്റർ ദൂരം വരെ പിഴവുണ്ടാകാം. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ തങ്ങളുടെ പരിഹാര മാർഗങ്ങൾ 24 അംഗങ്ങളുള്ള ഒരു ബോർഡിന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. ഈ ബോർഡ് എന്ന് പറയുന്നത് അക്കാലത്തെ പ്രമുഖ ശാസ്ത്രജ്ഞർ അടങ്ങിയ ഒരു സമിതിയാണ്. അവരാണ് ഈ കണ്ടുപിടുത്തം അംഗീകരിക്കുന്നത്. ഈ സമ്മാനം പ്രഖ്യാപിച്ച് അധികം താമസിയാതെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും പലതരത്തിലുള്ള ആശയങ്ങൾ വന്നു. ചിലത് വളരെ പ്രതീക്ഷയ്ക്ക് വകയുള്ളതും അതേസമയം മറ്റു ചിലത് പടുവിഡ്ഢിത്തരം എന്ന് തോന്നാവുന്നതുമായിരുന്നു. അനേകായിരം ആശയങ്ങൾ ബോർഡിന് മുമ്പിൽ വന്നിരുന്നു. പക്ഷെ അതൊന്നും ബോർഡിന് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷനായി തോന്നിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇംഗ്ലണ്ടിൽ നിന്നും 300 കിലോമീറ്റർ അകലെയുള്ള യോർക്ക്ഷയറിലെ ഫൗൾബി എന്ന ഗ്രാമത്തിൽ നിന്നും നമ്മുടെ കഥാനായകനായ ജോൺ ഹാരിസൺ എന്ന കാർപ്പന്റർ അല്ലെങ്കിൽ തടിപ്പണിക്കാരൻ രംഗപ്രവേശനം ചെയ്യുന്നത്. പുള്ളിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും തന്നെയില്ല. എന്നാൽ ധാരാളം ശാസ്ത്ര പുസ്തകങ്ങൾ വായിക്കുക പതിവായിരുന്നു. ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ച് അദ്ദേഹം ക്ലോക്ക് നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടി. ഇദ്ദേഹം തടി കൊണ്ട് നിർമ്മിച്ച പെൻഡുലം ക്ലോക്കുകൾക്ക് അന്ന് ഓയിലിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹം നാട്ടിൽ വളരെ പ്രസിദ്ധനായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് 35 വയസ്സുണ്ട്. ഭാര്യയും 3 കുട്ടികളുമായി ജന്മസ്ഥലമായ യോർക്ക്ഷയറിനടുത്തുള്ള ലിങ്കൺ ഷെയറിലാണ് താമസം. സമ്മാനം പ്രഖ്യാപിച്ചിട്ട് ഏതാണ്ട് 14 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ മത്സരത്തെക്കുറിച്ച് അദ്ദേഹം അറിയുന്നതും. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ രാവും പകലും കടുത്ത ചൂടിലും തണുപ്പിലും വലിയ തിരമാലകളിൽ അചഞ്ചലമായി നിൽക്കുന്ന ഒരു ക്ലോക്കിന്റെ നിർമ്മാണത്തിന് വേണ്ടിയായിരുന്നു. ഏകദേശം 2 വർഷത്തോളം എടുത്ത ആ അന്വേഷണം അവസാനിച്ചത് മികച്ച ഒരു ക്ലോക്കിന്റെ ഡിസൈൻ ചെയ്തതിലൂടെയാണ്. ഹാരിസൺ നമ്പർ 1 അല്ലെങ്കിൽ H1 എന്നു പേരുള്ള ഈ ക്ലോക്ക് നിർമ്മിക്കുവാൻ ഏകദേശം 5 വർഷത്തോളം എടുത്തു. ഹാരിസൺ ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്ലോക്കിന് പല പ്രത്യേകത ഉണ്ടായിരുന്നു. ഒന്നാമതായി, ക്ലോക്കിന് പെൻഡുലം ഉണ്ടായിരുന്നില്ല. പകരം 2 ഹൊറിസോണ്ടൽ ബാറുകളും സ്പ്രിങ്ങുകളുമാണ്. ഇത് കപ്പലുകൾ ആടിയുലയുമ്പോൾ പെൻഡുലം ക്ലോക്കുകൾ ആടിയുലയുന്നത് പോലെ ചാഞ്ചാട്ടം ഉണ്ടാക്കില്ല.
വളരെ സ്ഥിരതയോടെ നിൽക്കും. കടലിൽ കൊണ്ടുപോകുന്ന ക്ലോക്കുകളിൽ കാലാവസ്ഥ നിമിത്തം ഘർഷണം ഉണ്ടാകാറുണ്ട്. അതിനാണ് ഓയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഹാരിസന്റെ ക്ലോക്കിന് ഓയിലിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പകരം ലിഗ്നം വിറ്റായ് എന്ന് പറയുന്ന തടിയാണ് ആ ക്ലോക്കുകളിൽ ഉപയോഗിച്ചിരുന്നത്. അതേപോലെ താപവ്യത്യാസം തടയുന്നതിനുള്ള സംവിധാനവും ഹാരിസന്റെ ക്ലോക്കിൽ ഉണ്ടായിരുന്നു. അന്നുവരെ ആരും ഡിസൈൻ ചെയ്യാത്ത ഒരു ക്ലോക്കിന്റെ നിർമ്മാണ രീതികൾ കണ്ട് എല്ലാവരും അമ്പരന്നു. പക്ഷേ ഈ ക്ലോക്ക് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ഒരു ടെസ്റ്റ് നടത്തുവാൻ തീരുമാനിച്ചു. സാധാരണ അന്നുവരെയുള്ള ക്ലോക്കുകൾ ഒരു ദിവസം 30 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെ പിഴവ് കാണിക്കുന്ന സ്ഥാനത്ത് ഹാരിസന്റെ പുതിയ ക്ലോക്ക് വെറും 3 സെക്കൻഡ് മാത്രമേ പിഴവ് കാണിച്ചിട്ടുള്ളായിരുന്നു. ചരിത്രത്തിൽ അന്നേ വരെ കൂടാത്ത ആ 24 അംഗ ബോർഡ് അന്നവിടെ കൂടി. ഹാരിസൺ തന്റെ പുതിയ H1 ക്ലോക്ക് ഈ ബോർഡിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ബോർഡ് ഒന്നടങ്കം ഹാരിസന്റെ ഈ H1 ക്ലോക്കിനെ അംഗീകരിച്ചു. എന്നാൽ അവരെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ഹാരിസൺ പറഞ്ഞത് തനിക്ക് ഈ H1 ക്ലോക്ക് കുറച്ചുകൂടി പരിഷ്കരിക്കണമെന്നാണ്. ഒരു 3.5 കൊല്ലം എടുത്ത് അദ്ദേഹം അടുത്ത ക്ലോക്കായ H2 നിർമ്മിച്ചു. ക്ലോക്കിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പാർക്ക് ബാലൻ എന്ന സങ്കേതം ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടെത്തി ഹാരിസൺ H2 ക്ലോക്ക് ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തു. വളരെ മികച്ചതും കുറ്റമറ്റതുമായ അടുത്ത ക്ലോക്കിലായി അദ്ദേഹത്തിന്റെ ചിന്ത. ഒരുപക്ഷെ അടുത്ത ക്ലോക്ക് ഉണ്ടാക്കാനെടുത്ത സമയം കേട്ടാൽ നമുക്ക് അദ്ദേഹത്തിന് വല്ല ഭ്രാന്തുണ്ടോ എന്ന് സംശയിക്കും. അദ്ദേഹം അടുത്ത ക്ലോക്ക് അഥവാ H3 ക്ലോക്ക് ഉണ്ടാക്കാനെടുത്ത സമയം നീണ്ട 16 വർഷമാണ്. മുമ്പുള്ള ക്ലോക്കുകളിൽ കുറച്ച് തടി ഉപയോഗിച്ചു. എന്നാൽ ഈ ക്ലോക്കിൽ തടി കൊണ്ടുള്ള ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. മൊത്തം ബ്രാസും സ്റ്റീലുമായിരുന്നു. പക്ഷേ ഈ ക്ലോക്കും ഹാരിസന് സംതൃപ്തി നൽകിയില്ല. കാരണം അതിന്റെ വലിപ്പം തന്നെ 750ഓളം പാർട്സ് ഉള്ള ഇതിന് 27 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. ഇത്രയും വലിയ ക്ലോക്ക് ഉണ്ടാക്കാനും മെയിന്റനൻസ് ചെയ്യാനും കൂടുതൽ സമയമെടുക്കും എന്ന് അദ്ദേഹം കണ്ടെത്തി. എന്തുകൊണ്ട് ഈ ഭീമമായ ക്ലോക്കിന് പകരം ചെറുതും മനോഹരവുമായ പോക്കറ്റ് വാച്ച് ഉണ്ടാക്കിക്കൂടാ? അടുത്ത 2 വർഷം കൊണ്ട് മനോഹരമായ ഒരു ചെറിയ പോക്കറ്റ് വാച്ച് ഹാരിസൺ ഉണ്ടാക്കി. ഒരു ദിവസം വെറും 1-2 സെക്കൻഡ് മാത്രം പിഴവ് സംഭവിക്കുന്ന ഈ H4 വാച്ച് അദ്ദേഹം ലണ്ടനിലുള്ള ബോർഡിന് സമർപ്പിച്ചു. H4ന്റെ പ്രകടനം വിലയിരുത്താൻ 6 ആഴ്ച ദൈർഘ്യമുള്ള ജമൈക്കയിലേക്കുള്ള യാത്ര നടത്തി. ആ വലിയ സമ്മാനം ലഭിക്കുവാൻ വേണ്ടുന്നത് മൊത്തം യാത്രയിൽ സംഭവിക്കാവുന്ന 2 മിനിറ്റ് പിഴവാണ്. പക്ഷേ നമ്മുടെ ഹാരിസന്റെ H4 ക്ലോക്കിന്റെ പിഴവാകട്ടെ വെറും 5 സെക്കൻഡ്. അങ്ങനെ വെറും നിസ്സാരനായ ഒരു തടിപ്പണിക്കാരൻ ഏകദേശം 2000 കൊല്ലത്തോളം നീണ്ടുനിന്ന ലോങ്ങിറ്റ്യൂഡ് എന്ന സമസ്യയ്ക്ക് ഒരു പരിഹാരം കണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം ആ മഹത്തായ ലോങ്ങിറ്റ്യൂഡ് പ്രൈസ് ഹാരിസന് കിട്ടാൻ പോകുന്നു. പക്ഷേ സംഭവിച്ചതിവിടെ മറ്റൊന്നാണ്. അദ്ദേഹത്തിന് അവർ ആ സമ്മാനം കൊടുത്തില്ല. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം വെറും ഒരു മരപ്പണിക്കാരൻ. അന്നത്തെ കൊടിയ ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചാൽ പോലും നടക്കാത്ത കാര്യം അധികം വിദ്യാഭ്യാസമില്ലാത്ത വെറും നിസാരനായ ഒരു മരപ്പണിക്കാരൻ സാധിച്ചത് അവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ക്ലാസ് സിസ്റ്റത്തിൽ മരപ്പണിക്കാരൻ വളരെ താഴെത്തട്ടിലാണ്. അതുകൊണ്ട് അവർ സമ്മാനം നിശ്ചയിക്കുന്ന നിയമത്തിന് ചില വ്യത്യാസങ്ങൾ വരും. അതിലൊന്ന് ജമൈക്കയ്ക്ക് അടുത്തുള്ള മറ്റൊരു ദ്വീപായ ബാർബഡോസിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ H4 ക്ലോക്കിന്റെ കൃത്യത വീണ്ടും ഉറപ്പുവരുത്തണം. പാവങ്ങളെ ആർക്കും പറ്റിക്കാമല്ലോ. 5 മാസം നീണ്ട ആ യാത്രയിൽ വെറും 10 സെക്കൻഡിന്റെ വ്യത്യാസമാണ് H4 ക്ലോക്ക് കാണിച്ചത്. ഹാരിസന് സമ്മാനം കൊടുത്തേ മതിയാവും. മത്സരത്തിന്റെ നിയമം വീണ്ടും അവർ മാറ്റി. സമ്മാനം വേണമെങ്കിൽ ഈ ക്ലോക്കിന്റെ രഹസ്യം പുറത്തുവിടണം. അതുകൂടാതെ ഇത് ആർക്കും നിർമ്മിക്കാനുള്ള അനുമതിയും കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അന്നത്തെ ദരിദ്രമായ അവസ്ഥയിൽ ഹാരിസന് ഇത് സമ്മതിക്കാതെ നിവൃത്തിയില്ലായിരുന്നു. ഏതാണ്ട് 2500 പൗണ്ട് അവർ ഹാരിസന് കൊടുക്കുകയുണ്ടായി. അങ്ങനെ മൊത്തം ഏകദേശം 6500 പൗണ്ട് ഹാരിസന് കൊടുത്തു കാണും. ഇതെല്ലാം കൊടുത്തത് സഹായം എന്ന രീതിയിലാണ്. ഹാരിസന് കിട്ടേണ്ടുന്ന 20,000 പൗണ്ട് സമ്മാനം അപ്പോഴും അവർ കൊടുത്തിരുന്നില്ല. 1776 തന്റെ 83ാമത്തെ വയസ്സിൽ പ്രഖ്യാപിച്ച സമ്മാനവും വേണ്ടുന്ന അംഗീകാരവും ലഭിക്കാതെ പാവപ്പെട്ട ആ തടിപ്പണിക്കാരൻ എന്നേക്കുമായി ഈ നശിച്ച ലോകത്തു നിന്ന് യാത്ര ചെയ്തു. തന്റെ ആയുസിന്റെ പകുതി ഏതാണ്ട് 40 കൊല്ലത്തോളമാണ് ശാസ്ത്ര സമസ്യ പരിഹരിക്കുന്നതിനായി അദ്ദേഹം നീക്കിവെക്കപ്പെട്ടത്. ഹാരിസന്റെ മരണശേഷം അനേകം കമ്പനികൾ അദ്ദേഹത്തിന്റെ ആശയം കടമെടുത്ത് കടൽ ക്ലോക്കുകൾ നിർമ്മിച്ചു. അങ്ങനെയുള്ള ക്ലോക്കുകൾക്ക് പറയുന്ന പേരാണ് ക്രോണോമീറ്റർ. അനേകം ക്രോണോമീറ്ററുകൾ നിർമ്മിക്കപ്പെട്ടു. അവ ലോകം മുഴുവനുള്ള ഷിപ്പുകളിൽ സ്ഥാപിക്കപ്പെട്ടു. അതുപയോഗിച്ച് ലൊക്കേഷൻ ശരിയായി കണ്ടെത്താൻ കഴിയുന്നതിനാൽ കപ്പലുകൾക്ക് ശരിയായ സ്ഥാനത്ത് എത്താൻ സാധിച്ചു. അത് കാരണം വ്യാപാരം വളരെ അഭിവൃദ്ധിപ്പെട്ടു. അങ്ങനെ ലോകം സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ടു. അങ്ങനെ ഹാരിസൺ തുടങ്ങിവെച്ച കടൽ ക്ലോക്കുകൾ അല്ലെങ്കിൽ ക്രോണോമീറ്ററിന്റെ തേരോട്ടം ഏതാണ്ട് 200 കൊല്ലത്തോളം തുടർന്നു. ഇന്നത്തെ നമ്മുടെ GPS ഉപയോഗിച്ചുള്ള നാവിഗേഷനും പ്രാധാന്യം വന്നെങ്കിലും ഇന്നും നമ്മുടെ എല്ലാ ഷിപ്പിലും ക്രോണോമീറ്റർ ഒരു ബാക്കപ്പായി ഉപയോഗിക്കുന്നു. എന്നാൽ ഇവയുടെ എല്ലാം അടിസ്ഥാന ആശയം ഹാരിസന്റെ ക്ലോക്കാണ്. ഉദാഹരണത്തിന് GPS ഉപഗ്രഹങ്ങളിലും ക്ലോക്കുണ്ട്. ഇതിന് ഹാരിസന്റെ ക്ലോക്കിനേക്കാളും വളരെ കൃത്യതയുണ്ട് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെയെല്ലാം നമ്മുടെ പാവം തടിപ്പണിക്കാരന്റെ തലയാണ് ഉപയോഗപ്പെടുത്തുന്നത്. അത് നമ്മോട് പറയുന്നത് കൃത്യമായ സമയം, കൃത്യമായ സ്ഥലം എന്നാണ്. അവസാനമായി ഇത് കേവലം ഒരു ക്ലോക്കിന്റെ കഥയല്ല, ഇത് സമയത്തോട് പോരാടിയ ഒരു മനുഷ്യന്റെ കഥയാണ്. രാജാക്കന്മാരും ശാസ്ത്രജ്ഞന്മാരും സാമ്രാജ്യങ്ങൾക്കും കണ്ടെത്താൻ കഴിയാതിരുന്ന 2000 വർഷം പഴക്കമുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടത് ഒരു സർവകലാശാലയിലും പഠിക്കാത്ത വെറും മരപ്പണിക്കാരനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ സമയം ഇന്നും നമ്മുടെ ലോകത്തെ നയിച്ചുകൊണ്ടേയിരിക്കുന്നു.